വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ 97 മുതൽ ഞാൻ കോഴഞ്ചേരിയുടെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. കൃത്യമായ കണക്ക് എനിക്കറിയാം. ഏതാണ്ട് 5600-ലേറെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചതെന്നാണ് ഞാൻ പ്രിയപ്പെട്ടവർ, ഞാൻ എന്റെ മകൻ കോൺഗ്രസ് ആവണമെന്ന് നിർബന്ധം പിടിച്ച എന്റെ പിതാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എന്റെ പ്രണാമം അർപ്പിക്കുകയാണ്. എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച കോഴഞ്ചേരിയിലെ കോൺഗ്രസിനോട്, UDF-നോട്, ജനാധിപത്യത്തോട് മുഴുവൻ പേരോടുമുള്ള നന്ദി ഈ വശത്ത് അറിയിക്കുകയാണ്. ഈ രാഷ്ട്രീയമായ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് എന്റെ യൗവനവും എന്റെ വിദ്യാഭ്യാസ കാലഘട്ടം മുഴുവൻ ഈ സംഘടനയ്ക്ക് സമർപ്പിച്ചവരാണ് ഞാൻ. വഴിയറിയാതെ നിൽക്കുന്ന പല ഘട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രിയങ്കരനായ ആന്റോ വാങ്ങി MPയോട് നെഞ്ചോട് ചേർത്ത് വെച്ചുള്ള എന്റെ കടപ്പാടി അറിയിക്കുകയാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തോട് എന്റെ കടപ്പാടി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ദൂരങ്ങൾ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എല്ലാവരും രാവിലെ ഭക്ഷണം പോലും കഴിക്കാതെ നമ്മുടെ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയതാണ്. എന്തെങ്കിലും ഈ ഉച്ചവെയിലും ഒട്ടും പോരാട്ട വീര്യം ചോരാതെ എല്ലാവരുടെയും ഉണ്ട്. എന്റെ കോളേജ് ജീവിതകാലം മുതൽ എന്റെ സുഹൃത്തുക്കൾ, നിജിത്ത് മുതൽ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞാൽ അവസാനിക്കാത്ത പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് ജോമോൻ മുതൽ ഇങ്ങോട്ട് പറഞ്ഞാൽ അവസാനിക്കും. ഒരുപാട് പേരുടെ പേരുകൾ പറയേണ്ടി വരും. ഇപ്പൊ ഞാൻ അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. എല്ലാവരും മനസ്സോട് ചേർത്ത്, നെഞ്ചോട് ചേർത്ത് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു, മുന്നോട്ട് കൊണ്ടുപോയി. ഐതിഹാസികമായ വിജയമാണ് നാം നേടിയത്. കാരണം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ദുർഭരണത്തിനെതിരെ ജനം വിധി എഴുതുന്ന തെരഞ്ഞെടുപ്പായിരുന്നു. ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, നാം നേടിയ ആധികാരിക വിജയത്തിൽ മതിമറന്നു പോകാം. നമ്മുടെ വിനയത്തെ നമുക്ക് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇത് അഹന്തയായി മാറാതെ ഇരിക്കണമെന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോരാട്ടം മുന്നോട്ടിറങ്ങാം. ഏപ്രിൽ മാസം കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ കോഴഞ്ചേരിയുടെ മണ്ണിൽ പറയട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി UDF അധികാര കസേരയിലേക്ക് തിരിച്ചു വരും. പത്തനംതിട്ട ജില്ല നമ്മൾ ചരിത്ര വിജയത്തോടുകൂടി കേരളത്തിന്റെ നിയമസഭയിലേക്ക് 5 പേരെ കൈ ഉയർത്താൻ വേണ്ടി ഐക്യജനാധിപത്യ